ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 38 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 39-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലസീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹു ളംആനു മാഅൻ ഹത്താ ഇസാ ജാഅഹു ലം യജിദ്ഹു ശൈഅൻ വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു വല്ലാഹു സരീഉൽ ഹിസാബ്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ പ്രകാശം, ആ പ്രകാശം എവിടെ നിന്നാണ് ആർജിച്ചെടുക്കാൻ സാധിക്കുക, അത് ആർജിച്ചെടുക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും, അവർ ഏതൊക്കെ തരം ജോലിത്തിരക്കിലാണെങ്കിലും, അത് വീട്ടുജോലിയാവട്ടെ, കച്ചവടമാവട്ടെ, ഏതു തരം ജോലിത്തിരക്കിലാണെങ്കിലും ആ ജോലിത്തിരക്കുകളൊന്നും കാരണം അള്ളാഹുവിനെ മറക്കുകയില്ല, ആരാധനാകർമ്മങ്ങൾ മറക്കുകയില്ല, അത്തരം കാര്യങ്ങളിൽ അശ്രദ്ധനാവുകയില്ല. ഏത് സമയത്തും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അത്തരം ആളുകൾക്കുണ്ടാകും. ശേഷം അള്ളാഹു പറയുകയാണ്, വല്ലസീന കഫറൂ, കഫറ അവിശ്വസിച്ചു, കഫറൂ അവർ അവിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അല്ലസീന കഫറൂ അവിശ്വാസികൾ, അവിശ്വസിച്ചവർ. കാരണം അല്ലസീന എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ. അതിൻ്റെയും തുടക്കത്തിലൊരു വാവുണ്ട്, അത് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല, ആവട്ടെ എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുക്കാം. അപ്പോൾ വല്ലസീന കഫറു അവിശ്വാസികളാവട്ടെ, അതായത് ഇനി അവിശ്വാസികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അർത്ഥം. അഅ്മാലുഹും, അമൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഅ്മാൽ. അമൽ എന്ന് പറഞ്ഞാൽ കർമ്മം, പ്രവർത്തനം. അഅ്മാൽ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ. അഅ്മാലുഹും അവരുടെ കർമ്മങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ. ക സറാബിൻ, ക എന്ന് പറഞ്ഞാൽ പോലെ, സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക, ഇംഗ്ലീഷിൽ മിറാഷ് എന്ന് പറയില്ലേ, കാനൽ ജലം അല്ലെങ്കിൽ കാനൽ എന്നൊക്കെ പറയാം. അപ്പോൾ ക സറാബിൻ മരീചിക പോലെയാണ്, കാനൽ ജലം പോലെയാണ്, കാനൽ പോലെയാണ്. എന്താണ് ഈ മരീചിക എന്നുള്ളത് നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം. ബി ഖിയഅത്തിൻ, എവിടെയുള്ള മരീചിക, ബി ഖിയഅത്തിൻ. ഖിയഅത്ത് എന്ന് പറഞ്ഞാൽ മരുഭൂമി, ബി എന്ന് പറഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ അതിലെ. അപ്പോൾ ബി ഖിയഅത്തിൻ മരുഭൂമിയിൽ ഉള്ള അല്ലെങ്കിൽ മരുഭൂമിയിലെ. മരുഭൂമിയിലെ മരീചിക പോലെയാണ് അവിശ്വാസികളുടെ കർമ്മങ്ങൾ. യഹ്സബുഹു, ഹസിബ വിചാരിച്ചു, ധരിച്ചു, കണക്കാക്കി, ചിന്തിച്ചു. അതിൻ്റെ മുളാരിയാണ് യഹ്സബു, വിചാരിക്കും, വിചാരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കും, ചിന്തിക്കുന്നു, കരുതും, കരുതുന്നു, കണക്കാക്കും, കണക്കാക്കുന്നു. യഹ്സബുഹു, ഹു എന്ന് പറഞ്ഞാൽ അതിനെ, അതിനെ കണക്കാക്കുന്നു അല്ലെങ്കിൽ അതിനെ വിചാരിക്കുന്നു. ആര്? അല്ലം ആനു. ലമ എന്ന് പറഞ്ഞാൽ വളരെയധികം ദാഹം, അങ്ങേയറ്റം ദാഹം, ശക്തമായ ദാഹം, അതിനാണ് ലമ എന്ന് പറയാം. ലം ആൻ എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞവൻ, അങ്ങേയറ്റം ദാഹിക്കുന്നവൻ, ശക്തമായ ദാഹമുള്ളവൻ. അപ്പോൾ യഹ്സബുഹുൽ ലം ആനു, ദാഹിച്ചു വലഞ്ഞവൻ അതിനെ വിചാരിക്കുന്നു, ആ മരീചികയെ വിചാരിക്കുന്നു, അതിനെ കരുതുന്നു. എന്തായിട്ടാണ് കരുതുക? മാ എൻ, വെള്ളമാണെന്ന് അല്ലെങ്കിൽ വെള്ളമായിട്ട്. ആ മരീചികയെ വെള്ളമായിട്ട് കരുതുന്നു അല്ലെങ്കിൽ വെള്ളമാണെന്ന് കരുതുന്നു. അതുവരെയുള്ള ആയത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, വല്ലസീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ലം ആനു മാ. അവിശ്വാസികളായ ആളുകളുടെ കർമ്മങ്ങൾ അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചു വലഞ്ഞവൻ ആ മരീചികയെ വെള്ളമാണെന്ന് കരുതുന്നു. ഹത്ത ഇസാ ജാഅഹു, ഹത്ത ഇസ, അതിന് രണ്ടിനും കൂടെ ചേർത്ത് ആൽ എന്നുള്ള അർത്ഥം പറഞ്ഞാൽ മതി. ഹത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും വരെ എന്നാണ്, ഇതാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ. ഇതാ ജാ അ, ജാ അ വന്നു, ഇതാ ജാ അ വന്നാൽ. അപ്പോൾ ഹത്ത ഇത എന്നുള്ളതിന് ഒന്നിച്ച് വന്നാൽ എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ വരെ എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ഭാഗത്തേക്ക് ചേർത്തിട്ട് അർത്ഥം പറയാം. അപ്പോൾ ഹത്ത ഇദാ ജാ അ, വന്നാൽ, ഹു അതിൻ്റെ അടുത്തേക്ക്, ആ
ആ മരീചികയുടെ അടുത്തേക്ക്, ഹു എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിനെ അല്ലെങ്കിൽ അത് എന്നാണ്, ഇവിടെ അതിൻ്റെ അടുത്തേക്ക്, ആ മരീചികയുടെ അടുത്തേക്ക് വന്നാൽ, അവൻ വന്നാൽ, ലം യജിദ്ഹു വജദ കണ്ടെത്തി, യജിദു കണ്ടെത്തും, കണ്ടെത്തുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യജിദ് എന്നാവും, കണ്ടെത്തിയില്ല. ലം യജിദ്ഹു അതിനെ കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ അതിനെ കണ്ടെത്താൻ കഴിയില്ല. ഷെയ്അൻ ഒരു വസ്തുവായും അല്ലെങ്കിൽ ഒന്നും. അപ്പോൾ ഹത്ത ഇദാ ജാഅഹു ലം യജിദ്ഹു ഷെയ്അ, അതിൻ്റെ അടുത്ത് അവൻ എത്തിയാൽ അവനവിടെ ഒന്നായിട്ടും അതിനെ, ഒരു വസ്തുവായും അതിനെ കാണാൻ സാധ്യമല്ല, കാണാൻ കഴിയില്ല, അവൻ കണ്ടെത്തുകയില്ല. വജദല്ലാഹ, വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നാൽ ഇനി പറയുന്നതാണ് സംഭവിക്കുക, അതിനോട് കൂടി ചേർക്കുകയാണ്. വജദ ലാഹ, വജദ കണ്ടെത്തി, അള്ളാഹ അള്ളാഹുവിനെ കണ്ടെത്തി, അതായത് അള്ളാഹുവിനെയാണ് കണ്ടെത്തുക. ഇൻദഹു അതിൻ്റെ അടുക്കൽ, ആ മരീചിക ഉണ്ടായിരുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത്. ഇൻദഹു അതിൻ്റെ അടുക്കൽ, അതിൻ്റെ അടുത്ത്. ഫ വഫാഹു, വഫ എന്ന് പറഞ്ഞാൽ തികച്ച് നൽകി, പൂർത്തിയാക്കി നൽകി എന്നാണ്. ഫ അപ്പോൾ വഫ പൂർത്തിയാക്കി നൽകി, മുഴുവനായിട്ട് നൽകി, തികച്ച് നൽകി. ഹു അവന്, ഫ വഫാഹു അപ്പോൾ അവന് പൂർത്തിയാക്കി നൽകും, തികച്ചു നൽകും. ഹിസാബഹു ഹിസാബ് വിചാരണ, ഹിസാബഹു അവൻ്റെ വിചാരണ, അപ്പോൾ അവന് അവൻ്റെ വിചാരണ പൂർത്തിയാക്കി നൽകും. വല്ലാഹു സരിഉൽ ഹിസാബ്, വല്ലാഹു അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. അള്ളാഹു ആകട്ടെ സരിഉൽ, സരിയ എന്ന് പറഞ്ഞാൽ വേഗതയുള്ളവൻ, അൽ ഹിസാബ് വിചാരണയുടെ കാര്യത്തിൽ, സരിഉൽ ഹിസാബ് വേഗതയിൽ വിചാരണ ചെയ്യുന്നവൻ. അപ്പോൾ വല്ലാഹു സരിഉൽ ഹിസാബ്, അള്ളാഹു ആകട്ടെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. ഇപ്പോൾ നമ്മൾ പദങ്ങൾ പരിചയപ്പെട്ടു, ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. അള്ളാഹു ഈ ആയത്തിലും ഇതിൻ്റെ തൊട്ടടുത്ത ആയത്തിലും അവിശ്വാസികളുടെ കർമ്മങ്ങളുടെ ഉപമ പറയുന്നുണ്ട്. ഈ ആയത്തിൽ പറയുന്നത് അവിശ്വാസികളുടെ കർമ്മങ്ങൾ കസറാബിൻ മരീചിക പോലെയാണ്, ബി ഖിഅത്തിൻ മരുഭൂമിയിലെ മരീചിക. എന്താണ് ഈ മരീചിക? മിറാഷ് ഇംഗ്ലീഷിൽ പറയും, മിറാഷ്. എന്താണത്? നമ്മുടെ നാട്ടിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ, നല്ല വേനൽക്കാലത്ത് റോഡൊക്കെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന സമയത്ത് വളരെ ദൂരം, നമുക്ക് കുറേ ദൂരത്തേക്ക് ഇങ്ങനെ മുമ്പിലേക്ക് കാണാൻ പറ്റുന്ന വളവൊന്നുമില്ലാത്ത ഒരു റോഡാണെങ്കിൽ കുറേ ദൂരെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. വിദേശത്തൊക്കെ ഇത് സർവ്വസാധാരണയാണ്. അവിടെ നല്ല ചൂട് കാലത്ത് റോഡിലൂടെ പോകുന്ന സമയത്ത് റോഡിൽ കുറേ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരു കുറേ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നും, കുറേ ദൂരെ. ചിലപ്പോൾ അതൊരു തടാകമാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ നമ്മൾ വാഹനം ഓടിച്ച് അങ്ങനെ പോകുമ്പോൾ അതവിടെ ഉണ്ടാവില്ല. അത് നമ്മളെ അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് അതങ്ങനെ അതും ദൂരേക്ക് പോകുന്ന പോലെ തോന്നും. അപ്പോൾ എവിടെയാണോ നമ്മൾ ആ ഒരു മരീചിക കണ്ടത്, അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു നനവ് പോലും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം കുറേ ദൂരത്തേക്ക് അത് പോയിട്ടുണ്ടാവും. ഇത് റോഡിൽ മാത്രമല്ല, മരുഭൂമിയിലും കാണാം. മരുഭൂമിയിൽ അത് ചുട്ടുപഴുത്ത് നിൽക്കുന്ന സമയത്ത്, നല്ല ചൂട് സമയത്ത് മരുഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് വെള്ളം അവിടെ ഉള്ളതായിട്ട് ഇങ്ങനെ തോന്നും. അത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അറിയാം എന്താണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഭൂമിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷ വായുവൊക്കെ അത് നല്ല ചൂടുള്ള രൂപത്തിലായിരിക്കും. കാരണം ഭൂമിയുടെ തൊട്ടടുത്തായതുകൊണ്ട് ഭൂമിയുടെ ചൂട് അതിന് കിട്ടിയിട്ട് നല്ല ചൂടുള്ള രൂപത്തിലായിരിക്കും. മേലേക്ക് പോകുന്തോറും ആ ഒരു അന്തരീക്ഷ പാളിക്ക് ചൂട് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ മേലിൽ നിന്ന് വരുന്ന ലൈറ്റ്, പ്രകാശം, അത് ഈ ആദ്യത്തെ അന്തരീക്ഷ പാളികളിലൊക്കെ തട്ടി ഇങ്ങനെ അതിന് റിഫ്രാക്ഷൻ എന്ന് പറയും. ആ രൂപത്തിൽ ഓരോ പാളിയിൽ നിന്ന് അടുത്ത പാളിയിലേക്ക് പോയി ഏറ്റവും താഴെ എത്തുമ്പോഴേക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അത് നേരെ തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് സംഭവിക്കുക, ഈ ആകാശത്തിൻ്റെ ആ ഒരു രൂപമൊക്കെ ആ റോഡിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ ഉള്ള പോലെ നമുക്ക് അനുഭവപ്പെടും. അത് ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരമൊക്കെ അവിടെ ആ ഒരു നിഴലിൽ, ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു നിഴൽ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സർവ്വസാധാരണയായിട്ട് വിദേശങ്ങളിലൊക്കെ എല്ലാവരും കാണുന്നതാണ്. അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. അവർക്ക് വാഹനമൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് റോഡിൽ കുറേ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നും.
ഇതിനോടാണ് അവിശ്വാസികളുടെ കർമ്മങ്ങളെ അള്ളാഹു ഉപമിച്ചത്. അവിശ്വാസികളുടെ കർമ്മങ്ങൾ അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹുല്ലം ആനുമാൻ, ആ മരീചികയെക്കുറിച്ച് ദാഹിച്ചു വലഞ്ഞവൻ അതിനെ വെള്ളമാണെന്ന് കരുതും. അതെന്താ, ദാഹിച്ചു വലഞ്ഞവൻ മാത്രമാണോ അതിനെ വെള്ളമാണെന്ന് കരുതുക? എല്ലാവരും അത് വെള്ളമാണെന്ന് തന്നെയല്ലേ കരുതുക? എന്താ അള്ളാഹു അവിടെ ദാഹിച്ചു വലഞ്ഞവൻ എടുത്തു പറയാൻ കാരണം? ദാഹിച്ചു വലഞ്ഞവന് വലിയൊരു പ്രതീക്ഷയുണ്ട്. സമാധാനമായി, അവിടെ വെള്ളമുണ്ടല്ലോ, വലിയൊരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന അവിശ്വാസിയായ ആൾ കർമ്മങ്ങൾക്കൊന്നും വലിയ വില കൊടുത്തിട്ടില്ല. നാളെ പരലോകത്തെത്തുമ്പോൾ അവൻ അതിൻ്റെ അത്യാവശ്യക്കാരനാണ്. അത് കിട്ടിയേ പറ്റൂ, എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള രൂപത്തിൽ നടക്കുന്നവനാണവൻ. അപ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരാൾ എനിക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, വെള്ളം അത്യാവശ്യമാണ് എന്ന രൂപത്തിൽ ആ ദാഹിച്ചു വലഞ്ഞ ആൾ, അയാൾ ആ മരുഭൂമിയിലെ വെള്ളം പോലെയുള്ളത് കാണുമ്പോൾ അവിടെ അതിനടുത്തേക്ക് എവിടെയാണോ അത് അദ്ദേഹം കണ്ടത് അങ്ങോട്ട് വേഗത്തിൽ എത്തുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. അത് ഇല്ലാത്തൊരു സംഗതിയാണ്. ഇതേപോലെ നാളെ പരലോകത്ത് അവിശ്വാസികളായ ആളുകൾ അവരുടെ കർമ്മങ്ങൾ അവർക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സമയത്ത് അത് കിട്ടും എന്ന പ്രതീക്ഷയിൽ, ഞാൻ എന്തൊക്കെയോ കുറേ നല്ല കാര്യങ്ങൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്രതിഫലം എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ, ഒന്നും കിട്ടാത്ത അവസ്ഥ. എന്താണ് അവിശ്വാസികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വിശ്വാസമാണ് ആദ്യം വേണ്ടത്, എന്നിട്ട് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളെയാണ് അള്ളാഹു സൽക്കർമ്മങ്ങളായിട്ട് പരിഗണിക്കുള്ളൂ. ഇപ്പോൾ പലതരത്തിലുള്ള സൽക്കർമ്മങ്ങളും പലരും ചെയ്യുന്നുണ്ട്, വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളൊക്കെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അനാഥ സംരക്ഷണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊന്നും കൂലി കിട്ടൂലേ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ പരലോകത്ത് കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അമലുകൾ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ നെയ്യത്ത് ശരിയാവണം. അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളായിരിക്കണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് എനിക്ക് രക്ഷ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് സൽക്കർമ്മങ്ങളായിട്ട് അള്ളാഹു പരിഗണിക്കുള്ളൂ. അല്ലാത്തതെല്ലാം ഈ ലോകത്ത് തീർന്നു, നാളെ പരലോകത്ത് അതിന് കൂലി കിട്ടൂല. അപ്പോൾ വിശ്വാസികൾ പോലും ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചല്ല ചെയ്യുന്നതുണ്ടെങ്കിൽ അത് സൽക്കർമ്മമായിട്ട് കൂട്ടൂല. ഈ ലോകത്ത് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ, അതിന് നാളെ പരലോകത്ത് കൂലി കിട്ടൂല. കാരണം അതിൻ്റെ കൂലി ഇവിടെ തീർന്നു, ആളുകളെ കാണിക്കലായിരുന്നു ലക്ഷ്യം, അത് നടന്നല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷേ നമ്മൾ സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള പലതും അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അള്ളാഹു പറയുന്നത് ആമനു വ അമിലു സ്വാലിഹാത്തി എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ സൽക്കർമ്മങ്ങളെ പറയുന്ന സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, അല്ലെങ്കിൽ ഇന്നല്ലദീന, ആ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും. അപ്പോൾ വിശ്വസിക്കുക എന്നുള്ളതിനെ ആദ്യം പറഞ്ഞു, എന്നിട്ട് സൽക്കർമ്മങ്ങളെ പറഞ്ഞു. വിശ്വാസം ശരിയാവണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, എന്നിട്ട് ആ അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്ക് കൂലി ലഭിക്കണം, നാളെ പരലോകത്ത് ഞാൻ രക്ഷപ്പെടണം, എനിക്ക് സ്വർഗം ലഭിക്കണം, ആ ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നാളെ പരലോകത്ത് സൽക്കർമ്മത്തിനുള്ള കൂലി കിട്ടാനുള്ള സൽക്കർമ്മമായിട്ട് പരിഗണിക്കുള്ളൂ. അല്ലാത്തതെല്ലാം ഈ ലോകത്ത് തീർന്നു. അതുകൊണ്ട് ഇവിടെ അള്ളാഹു കൃത്യമായിട്ട് പറയുകയാണ്, അവിശ്വാസികളുടെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അനാഥകളെ സംരക്ഷിക്കുന്നു, പാവങ്ങൾക്ക് ദാനം നൽകുന്നു, ഒരുപാട് പാവങ്ങളെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചൊന്നുമല്ല അവർ ചെയ്യുന്നത്, അത് നാട്ടിലെ ഒരു നല്ല കാര്യം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ചെയ്തു പോവുകയാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തെത്തുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കൂലി എനിക്ക് കിട്ടുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ചെല്ലുമ്പോൾ കസറാബിൻ ബിഖിഅത്തിൻ, മരുഭൂമിയിലെ മരീചിക പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തെത്തുമ്പോൾ, ആ വിചാരണയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അത് ചാരം പോലെയാണ്. നല്ല ശക്തമായ കൊടുങ്കാറ്റുള്ള സമയത്ത് ചാരം എന്തായിരിക്കും അവസ്ഥ? ആ ചാരം ആകെ പാറിപ്പോവും,
ധൂളികളായിട്ട് പാറിപ്പോവും. അതുപോലെയായിരിക്കും ഇത്തരം ആളുകളുടെ സൽക്കർമ്മങ്ങൾ. ഒന്നും നേടിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് പൊടിയായി പറത്തപ്പെടും. ഒന്നും അയാൾക്ക് ഉപകാരത്തിന് കിട്ടൂല എന്നർത്ഥം. അപ്പോൾ ഇവിടെ യഹ്സബുഹുല്ലം ആനുമാൻ, അത് വെള്ളമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവന് ആവശ്യമുള്ള ആ വെള്ളം കിട്ടി എന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. അതേപോലെ അവിശ്വാസികൾ നാളെ ആ കർമ്മങ്ങളൊക്കെ ഉപകാരപ്പെടുമെന്ന് തെറ്റിദ്ധരിക്കും, പക്ഷേ കിട്ടൂല. അവിടെ എന്താ സംഭവിക്കുക? ഹത്താ ഇദാ ജാഅഹു, അതിൻ്റെ അടുത്തെത്തിയാൽ, ആ ഒരു വിചാരണയുടെ ആ ഒരു സദസ്സിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ, ലം യജിദ്ഹു ഷൈഅ, അവൻ ചെയ്തത് ഒന്നായിട്ട് ഒരു വസ്തുവായിട്ടും അവിടെ കാണാൻ പറ്റില്ല. ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രതിഫലം ഉണ്ടാവില്ല അവിടെ. വജദല്ലാഹ ഇൻദഹു, എന്നാൽ ആ സ്ഥലത്ത് അള്ളാഹുവിനെയാണ് കണ്ടെത്തുക. അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ? സത്യവിശ്വാസികൾക്കല്ലേ കാണാൻ പറ്റുക എന്നുള്ള ചോദ്യം വരും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ളതിന് സാധാരണഗതിയിൽ ലിഖാ റുഇയത്ത് അങ്ങനെയൊക്കെയാണ് പറയാം, ലിഖാ റബ്ബി അങ്ങനെയൊക്കെയാണ് പറയാം. ഇവിടെ വജദ എന്നാണ്. വജദ അള്ളാഹ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കും. ഞങ്ങൾ ഭൂമിയിൽ വെച്ച് നിഷേധിച്ചിരുന്ന, അംഗീകരിക്കാതിരുന്നിരുന്ന അള്ളാഹു ഉണ്ട്, ആ അള്ളാഹുവിനെ അവർക്ക് അനുഭവപ്പെടും. അള്ളാഹു അവിടെ വിചാരണ നടത്തുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടും. അല്ലാതെ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ള രൂപത്തിലല്ല, അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടും. അള്ളാഹു ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പാകും, പിന്നെ ഒരു സംശയമില്ല, അള്ളാഹു ഉണ്ട്. അതാണ് അള്ളാഹുവിനെ അവർ കണ്ടെത്തും. ഈ ലോകത്ത് വെച്ചവർക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അള്ളാഹുവിനെ കണ്ടെത്തിയവരാണ് സത്യവിശ്വാസികൾ ഈ ലോകത്ത്. നാളെ പരലോകത്ത് അവർക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. ഇത്രയും കാലം ഞങ്ങൾ നിഷേധിച്ചിരുന്ന ആ അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാകും. വജദല്ലാഹ, അങ്ങനെ അവർ അള്ളാഹുവിനെ കണ്ടെത്തും. ഇൻദഹു, അതിൻ്റെ അടുക്കൽ. അതായത് ആ ഒരു വിചാരണയുടെ ആ ഒരു സമയത്ത് അവർക്ക് ബോധ്യമാകും അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം. ഫവഫാഹു ഹിസാബഹു, അള്ളാഹു അവർക്ക് അവരുടെ വിചാരണ, അവരുടെ കണക്ക് തികച്ചു കൊടുക്കും. എന്തൊക്കെയാണോ അവർ ചെയ്തത്, ആ ചെയ്തതിന് അവർക്ക് കണക്ക് തീർത്തു കൊടുക്കും, അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. അവർ ചെയ്തതിനുള്ളതൊക്കെ അവർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് വിശ്വാസികളല്ലാതെ ജീവിച്ചു, എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ ജീവിച്ചു. അതിനൊക്കെയുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും. അവർക്ക് അവരുടെ വിചാരണ കൃത്യമാക്കി കൊടുക്കും. അവർ ചെയ്തതിനുള്ളതൊക്കെ അവർക്ക് കിട്ടും എന്നർത്ഥം. വല്ലാഹു സരിഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. വേഗത്തിൽ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരണ വളരെ ലഘുവായതായിരിക്കും, അല്ലെങ്കിൽ എളുപ്പമുള്ളതായിരിക്കും. അവിശ്വാസികൾക്ക് അവരുടെ വിചാരണ കഠിനമായിരിക്കും. ഇവിടെ അള്ളാഹു വേഗത്തിൽ വിചാരണ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, എത്ര ആളുകളുണ്ടാവും ലോകത്ത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഇനി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും എടുത്താൽ എത്ര ആളുകളുണ്ടാവും. ഈ ആളുകളുടെയൊക്കെ വിചാരണ അള്ളാഹു നടത്തുമ്പോൾ അത് അത്ര വേഗത്തിൽ നടത്താൻ പറ്റുമോ നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. നമ്മൾ ഈ ലോകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പ്രശ്നമേ അല്ല. അള്ളാഹുവിന് വിചാരണ വളരെ വേഗത്തിൽ നടത്താൻ സാധിക്കുന്നവനാണ്. എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ഒരു വേളയിൽ വിചാരണ നടത്തലൊന്നും അള്ളാഹുവിന് യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. അതൊക്കെ അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹു വിചാരണ എളുപ്പത്തിൽ നടത്തുന്നവനാണ്, അല്ലെങ്കിൽ അത് എളുപ്പം നടത്താൻ സാധിക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോകത്ത് വെച്ച് നമ്മൾ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടും നെയ്യത്ത് ശരിയാവണം. അതായത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ആ കർമ്മം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അടുത്ത് നാളെ പരലോകത്ത് എനിക്ക് കൂലി കിട്ടണം, പ്രതിഫലം ലഭിക്കണം, ആ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രമായിരിക്കണം. മറ്റൊരു ചിന്ത ഉണ്ടാവരുത്, ആളുകൾ കാണലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവരുത്. എനിക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന ആ ഒരൊറ്റ ഉദ്ദേശം, ആ ഉദ്ദേശം എന്നുള്ളതിനാണ് നെയ്യത്ത് എന്ന് അറബിയിൽ പറയാം. അപ്പോൾ ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ, ആ ഒരൊറ്റ നെയ്യത്തോടു കൂടെയാണ് അവൻ ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമതായി, ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന വരണം. അതായത് അള്ളാഹു ഇത് നീ സ്വീകരിക്കണേ. ഒക്കെ ചെയ്തു, പക്ഷെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലോ? അതുകൊണ്ട് അള്ളാഹുവെ ഇത് നീ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹു പറഞ്ഞിട്ടാണ് അവർ കഅബാലയം പണിത് ഉയർത്തുന്നത്. എന്നിട്ട് പോലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ശരിക്കും അള്ളാഹു പറഞ്ഞിട്ടല്ലേ അത് ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ അള്ളാഹു സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ.
എന്നിട്ട് പോലും അവർ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെന്തായാലും അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വളരെ ലാഘവത്തോടു കൂടി അങ്ങ് പോവുക. നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പെടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, നല്ലൊരു കാര്യം ചെയ്തു, സദക്ക കൊടുത്തു. നമ്മളത് ചെയ്തതിന് ശേഷം നമുക്ക് ഭയങ്കര ഉറപ്പുള്ള പോലെയാണ് അത് അള്ളാഹു സ്വീകരിക്കും. ചെയ്തു, നമ്മൾ കടമങ്ങ് തീർത്തു. അങ്ങനെയല്ല, അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിലൊരു പേടി വരണം, ഇതെങ്ങാനും അള്ളാഹു സ്വീകരിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞാൻ ഈ ചെയ്ത കാര്യം ഇതൊരു സൽക്കർമ്മമായി എന്നിൽ നിന്ന് സ്വീകരിക്കണേ. നിൻ്റെ ഒരു പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്, ഇതിൻ്റെ കൂലി എനിക്ക് നഷ്ടപ്പെടരുതേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ, ആ ഒരു തോന്നലെങ്കിലും, ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് അത്തരം ആരാധനാകർമ്മങ്ങൾക്ക് അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലുള്ള കൂലി നൽകുക. കാരണം നോക്കൂ നിങ്ങൾ, അവിശ്വാസികളുടെ ഒരു അവസ്ഥ നാളെ പരലോകത്തെത്തുമ്പോൾ അവർ ഈ ലോകത്ത് വെച്ച് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവിടെ എത്തുമ്പോൾ ഒന്നും കാണുന്നില്ല. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ വെള്ളമുണ്ട് എന്നൊരു തോന്നൽ വന്നിട്ട് അവിടെ എത്തുമ്പോൾ വെള്ളമില്ലാത്തതുപോലെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പരലോകത്തെത്തുമ്പോൾ അതൊന്നും കാണുന്നില്ല, അടുത്തെത്തുമ്പോൾ ഒന്നും കാണുന്നില്ല. ഈ ഒരു അവസ്ഥ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കാൻ, അതായത് ആ കർമ്മങ്ങൾ പിന്നെ അവിടെ ഒന്നുമില്ല, പിന്നെ അത്തരം കർമ്മങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗവുമില്ല. ഇനി ചെയ്ത കർമ്മങ്ങൾ, ഭൂമിയിൽ വെച്ച് ചെയ്ത ഏതെങ്കിലും കർമ്മങ്ങൾ ഒന്നും കൂടെ നന്നാക്കി ചെയ്യാൻ മാർഗമുണ്ടോ? അതുമില്ല. അതായത് സപ്ലിമെൻ്ററി പരീക്ഷയുമില്ല, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമില്ല. കുട്ടികളെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിന് തോറ്റാൽ, പരാജയപ്പെട്ടാൽ അത് വീണ്ടും എഴുതിയെടുക്കാറുണ്ട്. തോറ്റ വിഷയം വീണ്ടും എഴുതിയെടുക്കും. അതിനാണ് സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയാം. ചില കുട്ടികൾക്ക് ചില പരീക്ഷകൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടില്ല, പാസ്സായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ വിചാരിച്ചത്ര അങ്ങോട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ അത് ഒന്നുകൂടെ എഴുതും നന്നാക്കാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവ്മെൻറ്റ്. ഇത് രണ്ടും നടക്കൂല പരലോകത്ത്. കിട്ടിയത് എത്രയാണോ അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ പരീക്ഷ എഴുതുകയാണ്, അതിൻ്റെ റിസൾട്ട് നാളെ പരലോകത്താണ് നമ്മൾ അറിയിക്കുക. അവിടെ ഒരു വിഷയത്തിന് എത്ര മാർക്കാണോ നമുക്ക് കിട്ടിയത് അതേ ഉണ്ടാവുള്ളൂ. അത് വീണ്ടും ഒരിക്കൽ കൂടി നന്നാക്കാനുള്ളൊരു അവസരമില്ല. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നും കൂടെ നേടിയെടുക്കാനുള്ള അവസരവും ഇല്ല. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വല്ലദീന കഫറൂ എന്നുള്ളിടത്ത് മദ് വന്നു, നീട്ടൽ വന്നു. അതിനുശേഷം അഅ്മാലഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെ വരുമ്പോൾ ആ മദ്ദിനെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ, കസ്ർ തെൻവീൻ ഉണ്ട്. ശേഷം ബ ആണ്, ബി ഖിയാഅത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബ. അപ്പോൾ തെൻവീന് ശേഷം ബ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അത് കാണിക്കാൻ അവിടെ ഒരു വാല് താഴേക്കുള്ള മീം കൊടുത്തിട്ടുണ്ടാവും. കസ്ർ തൻവീൻ ആയതുകൊണ്ട് പലപ്പോഴും പല മുസ്ഹഫുകളിലും അത് താഴെ ഭാഗത്ത്, അക്ഷരത്തിൻ്റെ താഴെ ഭാഗത്താണ്, ആ കസ്ർ തൻവീൻ ഇട്ട സ്ഥലത്താണ് ആ ഒരു വാല് താഴേക്കുള്ള മീം കാണിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എൻ എന്നുള്ള ശബ്ദമല്ല വരേണ്ടത്, എന്നുള്ള ശബ്ദമാണ് വരേണ്ടത്. ഒരു സാവകാശമുള്ള മീമിലേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ കസറാബിൻ എന്നല്ല പറയാം, കസറാബിം, മീമിലേക്കാണ് പോവുക. കസറാബിം ബി ഖിയാത്തിൻ. ബി ഖിയാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനിന് ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബി ഗുന്ന. അപ്പോൾ ബി ഖിയാത്തിൻ യഹ്സബുഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീർ ഉണ്ട്. ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് രണ്ടിടത്തും ഹർക്കത്ത് ഉണ്ടെങ്കിലേ അതിനെ നീട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ നീട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യഹ്സബുഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് ബാഇന് ലമ്മാണ്, അവിടെ ഹർക്കത്തുണ്ട്. പക്ഷേ ശേഷം എന്താ വരുന്നത്? അത് അല്ലം ആനു എന്നാണ്. അല്ലം ആനു എന്ന് പറയുമ്പോൾ അവിടെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷദ്ദുള്ള ലോ ആണ്. ലോഇനെ നമ്മൾ ഷദ്ദുള്ളതിനെ പിരിച്ചെഴുതുമ്പോൾ 2 ലോകൾ എഴുതും. ആദ്യത്തേന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തും കൊടുക്കും. അപ്പോൾ ആ സുക്കൂനുള്ള ലോ ആണ് ഈ ഹ ഉലമീറിന് ശേഷം ആദ്യം വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം ഹ ഉലമീറിൻ്റെ ശേഷം സുക്കൂനുള്ള അക്ഷരമാണ്, സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കില്ല. അതുകൊണ്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല, ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹ ഉലമീറിനെ നീട്ടാൻ പാടില്ല. അങ്ങനെ നീട്ടാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽ ഹു എന്ന് എഴുതുമ്പോൾ ആ ഒരു ഹു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിൽ അവിടെ ഒരു വാവും കൂടെ ചേർക്കും, ഒരു ചെറിയ വാവ് കൊടുക്കും. ഇവിടെ അതില്ലാത്തത്, അതിനെ നീട്ടാൻ പാടില്ല. യഹ്സബുഹു എന്നേ പറയാവൂ, യഹ്സബുഹു എന്ന് പറയില്ല, യഹ്സബുഹു എന്നേ പറയൂ. അപ്പോൾ യഹ്സബുഹുൽ ലം ആനു. മാ എൻ എന്ന് പറയുമ്പോൾ മാ എന്നുള്ള നീട്ടലുണ്ട്, അൻ ഹംസ. അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിർബന്ധമായിട്ടും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ മദ് മുൻഫസിൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ മദ് മുത്തസിലാണ്.
അപ്പോൾ മാ എൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹംസക്ക് തൻവീനാണ്, ശേഷം ഹ ആണ്. ഹത്ത എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹാഇൻ്റെ മുമ്പ് തൻവീൻ വരുമ്പോൾ ഇൽഹാറാണ് നിയമം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പം മാ എൻ. ഹത്ത എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടൽ, ശേഷം ഹംസ. ഇസ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അവിടെയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലായതുകൊണ്ട് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ്ദ് മുൻഫസിൽ. അപ്പോൾ ഹത്ത ഇസ ജാ. നേരത്തെ മാ എൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ജാ എന്ന് പറയുമ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെയാകുമ്പോൾ നിർബന്ധമാണ് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ. മദ്ദ് മുത്തസിൽ. അപ്പോൾ ജാ അഹു. അവിടെ ഹ ഉലമീർ നോക്കൂ, അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഹു എന്ന് ഒരൽപ്പം 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാനാണ് ആ ഒരു ഹു എന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വാവ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലം യജിദ്, ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ലം യജിദ് ഹു. യജിദ് ഹു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ശേഷം ഹർക്കത്തുണ്ട്. ഷെയ് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഷീനിന് ഫത്ത ഉണ്ട്. പക്ഷേ തൊട്ട് മുമ്പ് ദാലിന് സുക്കൂനാണ്, സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് ആ ഹ ഉലമീറിനെ നീട്ടാൻ പാടില്ല. യജിദ് ഹു എന്നേ പറയാവൂ. ഷെയ് എൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇത് കാമ്പ്യ കുന്ന. അപ്പോൾ ഷെയ് വ വജദല്ലാഹ ഇൻദഹു. അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻ എന്ന് പറയില്ല, അവ്യക്തമായ രൂപത്തിൽ നൂനെ പറയാം. ഇൻദഹു എന്നുള്ളിടത്തും ഹ ഉലമീർ വന്നു. മുമ്പും ശേഷവുമുള്ള 2 അക്ഷരങ്ങൾക്കും ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഇൻദഹു ഒരൽപ്പം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു വാവ്, ചെറിയ വാവ് അവിടെ കൊടുത്തിട്ടുണ്ട്. വഫാഹു, അവിടെ ഒരു ഹ ഉലമീർ വന്നു അതിൻ്റെ അവസാനത്തിൽ. അവിടെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ശേഷം ഹർക്കത്തുണ്ട് അല്ലേ, ഹാഇന് കസറുണ്ട്. പക്ഷെ മുമ്പ് വഫാ എന്നുള്ളൊരു നീട്ടലാണ്, ആ ഫാഇൻ്റെ നീട്ടലാണ്. അവിടെ നീട്ടൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ അവിടെ ഹ ഉലമീറിൻ്റെ തൊട്ട് മുമ്പൊരു നീട്ടലാണ്. നീട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ സുക്കൂനുള്ളൊരു അക്ഷരമായിട്ടേ പരിഗണിക്കുള്ളൂ, അതിനെ ഹർക്കത്തുള്ളൊരു അക്ഷരമായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് തന്നെ അവിടെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല, ഹു എന്നേ പറയൂ. ഫവഫാഹു. ഹിസാബഹു, അതിൻ്റെയും അവസാനത്തിൽ ഹ ഉലമീർ വന്നു. അവിടെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അവിടെ പാരായണം ചേർത്തി ഓതുമ്പോൾ അവിടെ ഒരു ഖിലി കണ്ടില്ലേ? ആ ഖിലി പറയുന്നത് എന്താണ്? അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അങ്ങനെ പാരായണം നിർത്തുകയാണെങ്കിൽ പിന്നെ ഹിസാബഹ് എന്ന് പറഞ്ഞിട്ട് ആ ഹ ഉലമീറിന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. എന്നാൽ ചേർത്തി ഓതുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക്, ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ഹിസാബഹു വല്ലാഹു. ഹിസാബഹു ഒരൽപ്പം നീട്ടുക. വല്ലാഹു ശരിയാൽ ഹിസാബ്, അവസാനത്തെ ബാന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമായിട്ട് മാറും. ബ് എന്ന് കുറച്ച് ഗൗരവത്തിൽ, കുറച്ച് കട്ടിയിൽ പറയാം, വെളിവാക്കി പറയാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹിസാ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് കാര്യമായിട്ട് വരുന്നത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലസീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ലംആനു മാഅൻ ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈഅൻ വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു വല്ലാഹു സരീഉൽ ഹിസാബ്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ, അവിടെ ക എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് സറാബിൻ എന്ന് കസ്ർ തൻവീൻ ഇട്ടത്, ആ ക വന്നതുകൊണ്ടാണ്, ക ഹർഫ് ജർ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ബി ഖിയഅത്തിൻ, അവിടെ ബി ഹർഫ് ജർ ആയതുകൊണ്ടാണ് ഖിയഅത്തിൻ അതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീൻ കൊടുത്തത്, ജറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി യഹ്സബുഹുൽ ലംആനു എന്നെടുത്തു കഴിഞ്ഞാൽ യഹ്സബുഹു വിചാരിക്കും. ആര് വിചാരിക്കും? അല്ലം ആനു, വിശന്ന് വലഞ്ഞവൻ. അപ്പോൾ ആ വിശന്ന് വലഞ്ഞവൻ എന്നുള്ളതാണ് അവിടെ ഫായിൽ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. അപ്പോൾ അത് റഫ് കിട്ടിയ രൂപത്തിലാണ് ഉണ്ടാവുക. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആണ്. ഇനി യഹ്സബുഹു എന്ന് പറയുമ്പോൾ ആ ഹു അതാണ് അവിടെ മഫ്ഊലും ബിഹി. യഹ്സബുഹു അവൻ അതിനെ വിചാരിക്കുന്നു, അതിനെ, അതാണ് ഹു എന്നുള്ളത്. അത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. പക്ഷേ ഹു എന്നുള്ളതിന് നെസ്ബിൻ്റെ അടയാളമായിട്ട് സാധാരണ നമ്മൾ പറയാറുള്ള ഫത്ത ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി ഹത്താ ഇദാ ജാഅഹു ലം യജിദ്,
ഈ ലം വന്നിട്ടുള്ള പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലം മുലാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ വരുമ്പോൾ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. സാധാരണ സുക്കൂന് കൊടുത്തിട്ടാണ് അത് കാണിക്കുക. ഇപ്പോൾ ലം യലിദ്, വലം യൂലദ്, ഇതൊക്കെ ചെറിയ സൂറത്തിലേ നമ്മൾ പഠിച്ചു പോയതാണ്. ഇവിടെ ലം യലിദ് അല്ല, ലം യജിദ് എന്നാണ് വന്നത്. കാരണം വജദ യജിദു, യജിദു എന്നുള്ളതിൻ്റെ മുമ്പിലാണ് ലം വന്നത്. അപ്പോൾ ലം യജിദു എന്നല്ല പറയാം, ലം യജിദ് എന്നാവും. അത് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുക്കൂനാക്കി മാറ്റിയത് അവസാനത്തെ ആ ഒരു ലമ്മിനെ. ശരി. വജദല്ലാഹ, വജദ കണ്ടു. ആരെ കണ്ടു? അള്ളാഹുവിനെ കണ്ടു. അവിടെ വജദല്ലാഹു എന്നാണെങ്കിലോ, അപ്പോൾ അള്ളാഹു കണ്ടെത്തി എന്നാണ് വരിക. വജദല്ലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്തി, വജദല്ലാഹു എന്നാണെങ്കിൽ അള്ളാഹു കണ്ടെത്തി. അപ്പോൾ ഇവിടെ അള്ളാഹ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതുകൊണ്ടാണ് അള്ളാഹ ഫത്തഹ് എഴുതിയത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻദഹു ഫവഫാഹു ഹിസാബഹു, ഫവഫ അപ്പോൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ തികച്ചു കൊടുത്തു. എന്തിനെയാണ് തികച്ചു കൊടുക്കുക? ഹിസാബ വിചാരണയെ, അവൻ്റെ കണക്കിനെ. അപ്പോൾ ആ ഹിസാബ് എന്നുള്ളത് അവിടെ മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതുകൊണ്ടാണ് ഹിസാബ എന്ന് എഴുതിയത്. വല്ലാഹു സരിഉൽ ഹിസാബ്, സരിയ എന്നുള്ള പദം മുലാഫാണ്, അൽ ഹിസാബ് എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്. ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെയാണ് മുലാഫിൻ ഇലൈഹി എന്ന് പറയാം. അതിന് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ. ഇവിടെ സരിയനെ ഹിസാബിലേക്ക് ചേർത്തു. അപ്പോൾ ഹിസാബ് എന്നുള്ള പദം, അൽ ഹിസാബ് എന്നുള്ള പദമാണ് മുലാഫിൻ ഇലൈഹി. അതിന് ജറ് കിട്ടണം, അതുകൊണ്ടാണ് അവസാനത്തിൽ കസ്ർ കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.